വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുവന്നുള്ളി വേണം. ഇതിനകത്ത് കുറച്ച് ചുവന്നുള്ളി കൂടുതൽ ഇടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരു സവോള, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു പീസ് ഇഞ്ചി അതും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 5-6 വെളുത്തുള്ളി അതും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയിടണേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടും ആ കറിക്ക് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് പൊടികളാണ്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുക. അത് 1-ാം പാലും 2-ാം പാലും കൂടെ ചേർന്നതാണ്. രണ്ടും കൂടെ ഒന്നിച്ച് മതി, അത് സെപ്പറേറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ എൻ്റെ ചാനലിൽ പല ടൈപ്പ് ചിക്കൻ കറികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചേരുവകൾ മാറുമ്പം വേറെ വേറെ ടേസ്റ്റ് വരും കേട്ടോ. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ 3-4 മിനിറ്റായിട്ട് വഴറ്റുകയാണ്. ഈ പൊടികളെല്ലാം കൂടെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുക. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയാൽ മതിയേ. നമ്മൾ ചൂടാക്കാതെ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറുന്നിടം വരെ നമ്മൾ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണേ. ഈ എണ്ണയിൽ കൂടെ കിടന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാവുന്ന ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പത്തിരി, ഇടിയപ്പം ഏതിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാം. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാവേ. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തേക്കുവാണേ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് വഴറ്റി കൊടുക്കണേ. നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി നോക്കണേ. അപ്പോൾ കുറച്ച് ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങും. ചിക്കൻ ഇവിടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയേ. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും കൂടാണ്. അത് നമ്മൾ ഒരുമിച്ച് അങ്ങ് ഒഴിക്കുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വേവിക്കണം കേട്ടോ. സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയേക്കണേ. അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. 1/2 മണിക്കൂറിന് സമയം ഞാൻ പറഞ്ഞാലും ഇടയ്ക്ക് ഇത് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടില്ലേ, അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്ത് ഇട്ടാൽ മതി. ഒരു ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളി, ചിലരത് കൊച്ചുള്ളി എന്ന് പറയുവേ, ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിടുമ്പോൾ ഭയങ്കര ടേസ്റ്റും നല്ലൊരു മണവുമാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അതെനിക്ക് ഇത് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഇത് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്ത്. നല്ല കറിവേപ്പില ഇടുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അന്നേരം കറിക്ക്. ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കാനും പറ്റത്തില്ല, അപ്പം പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ പതുക്കെ ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഞാൻ കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതും കൂടി ഇതിലിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമാണ്. ഏറ്റവും ലാസ്റ്റ് കുരുമുളക് ചേർക്കുമ്പോൾ ആ കറിക്ക് നല്ലൊരു മണമാണ് കേട്ടോ. അത് നമ്മൾ എപ്പോഴും ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്ന ആ കറി ഉണ്ടാക്കുന്ന ആ സമയം കുരുമുളകൊക്കെ പൊടിച്ച് നല്ല ഫ്രഷായിട്ട് ഇടുന്നതാണ് നല്ലത്. നേരത്തെ പൊടിച്ച് വെച്ചാൽ അതിൻ്റെ ആ മണവും എല്ലാം അങ്ങ് മാറുവേ. അപ്പോൾ ഈ പൊടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സിമ്മിലോട്ടാക്കിയിട്ട് വേണം ഇതൊക്കെ ഇതൊന്ന് ഇളക്കി അതിൻ്റെ ഒരു റോ ടേസ്റ്റും കൂടെ ഒന്ന് മാറണം. ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ചേർത്താൽ മതി. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ കറി റെഡിയായേ. ഈ ചിക്കൻ കറി ഉണ്ടല്ലോ എല്ലാത്തിനെയും കൂടെ പോവും. ചോറ്, പത്തിരി, പുട്ട്, അല്ലെങ്കിൽ അപ്പം, ഇടിയപ്പം, അതിൻ്റെ എല്ലാത്തിനും കൂടെ ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്